ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി പോപ്പ്. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പാലക്കാടൻ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം എല്ലാം കൂടി മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് വറുത്ത് കോരിയെടുത്തതാണ് ഈ ചിക്കൻ. ഇനി ബിരിയാണിക്കുള്ള മസാലക്കൂട്ട് നോക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഒരു മല്ലിയില, പുതിന ഇല എല്ലാം കൂടി അരച്ചൊരു പേസ്റ്റ്, പിന്നെ 2 വലിയ സവാള, ഒരു കുഞ്ഞു തക്കാളി ഇത് അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് അരി എടുത്ത് നന്നായി കഴുകി വെക്കാൻ വേണ്ടി എടുക്കുക. ഇവിടെ കൈമ റൈസാണ് ഞങ്ങൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് വെക്കണം. അതിനുശേഷം ചിക്കൻ വറുത്ത് കോരിയ ചീൻചട്ടി തന്നെ ആ എണ്ണയിൽ കുറച്ച് 1 സ്പൂൺ നെയ്യിട്ടതിന് ശേഷം നമുക്ക് ഉള്ളിയും തക്കാളിയും കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വഴട്ടിയിട്ട് എടുക്കാം. അതിനായി കുറച്ച് ഉള്ളി ഇട്ടു, പിന്നെ കുറച്ച് തക്കാളി ഇടുന്നു. ഉള്ളി നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ അതിന് നല്ല രുചി കിട്ടുള്ളൂ, ആ ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. പിന്നെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടു, ഒരു തക്കാളീനെ അരിഞ്ഞ് ഇട്ടു അതിൽ. പിന്നെ നന്നായിട്ട് ആ എണ്ണയിൽ വഴറ്റി ആക്കണം. അതിനുശേഷം കുറച്ച് ആ മല്ലിയിലയും പുതിനയിലയും കുറച്ച് നമ്മൾ അതിലോട്ടേക്ക് ഇടണം. അതിനുശേഷം നമ്മൾ ബിരിയാണിയിൽ അരിയിലോട്ടേക്കായിരിക്കും ബാക്കി കുറച്ച് ഇടുക. എല്ലാം കൂടി അതിലിടരുത്, ഒരു കുറച്ച് മാത്രം അതിലിട്ട് ബാക്കി നമുക്ക് എടുത്തു വെക്കാം ബിരിയാണിയിലിടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലിടാനുള്ള പൊടികൾ കുറച്ച് കാശ്മീർ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇതിവിടെ വീട്ടിൽ വറുത്തതാണ് ഈ പൊടി. അതിനുശേഷം കുറച്ച് ഗരം മസാല, ഇതിവിടെ വീട്ടിൽ എൻ്റെ അമ്മ പൊടിച്ച് പൊടിയാണ്. അതൊക്കെ കൂടി നമ്മൾ അതിലോട്ടേക്ക് ഇട്ട് മിക്സ് ചെയ്യുക, നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ അതിലോട്ടേക്ക് ഇട്ട് ആ ചിക്കൻ നന്നായി ആ മസാല പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ മസാലയും ആ ചിക്കനിലോട്ടേക്ക് നന്നായി പിടിക്കണം. നന്നായി പിടിച്ചതിന് ശേഷം അവിടെ ഞങ്ങൾ അരി നന്നായി കഴുകി അതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കഴുകി വെച്ച അരിനെ ആ മസാലയിലോട്ടേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ അരിയിൽ നന്നായിട്ട് പിടിക്കണം. ഞങ്ങൾ ഒരുപാട് അതിനെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടൊന്നുമില്ല. അതിന് നന്നായി കഴുകിയിട്ട് അതിലോട്ടേക്ക് ഇട്ടു. ഇതിൽ നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കുക. അതിനായിട്ട് അപ്പുറത്ത് നമ്മൾ കുറച്ച് ചൂട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിൽ കുറച്ച് കല്ലുപ്പും കൂടി ഇടണം തിളപ്പിക്കുന്ന സമയത്ത്. ഇവിടെ അരിയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു. ഇനി കുക്കറിലോട്ടേക്ക് അതെല്ലാം കൂടിയിട്ട് നമുക്ക് കൊട്ടാം. വെള്ളം വന്നിട്ട് 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അതിലൊഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങ നീര്, 1 ടീസ്പൂൺ നാരങ്ങ നീര് അതിലോട്ടേക്ക് ഒഴിച്ച് 2 ടീസ്പൂൺ തൈര് അതിലോട്ടേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ടേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്കറ് ഗ്യാസിൽ വയ്ക്കാം. 2 വിസിലാണ് വേണ്ടത്. അതിനുശേഷം ആവി പോയതിന് ശേഷം മാത്രം നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം റെഡി ആയതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ നെയ്യും കൂടി അതിലിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ റാവുത്തർ ബിരിയാണി റെഡി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ കഴിക്കട്ടെ.